കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ളിൽ കളിത്തത്തമ്മ പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ ആളിമാരൊത്തുകൂടി ആമ്പൽ പൂങ്കടവിങ്കൽ ആയില്യം പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. മക്കളെ, അപ്പോഴേ നമുക്കിന്ന് നല്ല സൂപ്പർ നെച്ചോറും ചിക്കൻ കറിയും വെക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, ഭയങ്കരമായ മഴ. അപ്പം നെച്ചോറും ചിക്കൻ കറിയും തന്നെ കൊതി വന്നേ. അപ്പോൾ അമ്മ ഇവിടെ താണ്ടേ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ വാങ്ങി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ കറിക്ക് ആവശ്യമായ കിഴങ്ങ്, കൊച്ചുള്ളി, സവാള എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നെച്ചോറിൻ്റെ ചോറ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നെയ്യിടണം. അപ്പോൾ ആ നെച്ചോറിൻ്റെ ചോറ് നെയ്യിടാൻ വേണ്ടി അമ്മ സവാള വഴറ്റാനായിട്ട് താണ്ടേ പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇന്ന് ചോറ് വെക്കുന്നത്, പിന്നെ ചിക്കൻ കറി വെക്കുന്നത് എല്ലാം വെയിറ്റായിട്ടാണ്, എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ചോറിനുള്ള നെയ്യാണ്, ചോറിനുള്ള നെയ്യ്. പിന്നെ നമ്മൾ ചിക്കൻ കറിക്കുള്ള നെയ്യ്, അത് 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇതെല്ലാം നെയ്ക്കകത്താണ് ചെയ്യുന്നത്, എണ്ണയൊന്നും ഉപയോഗിക്കുന്നതിന്. എണ്ണയ്ക്ക് റെസ്റ്റ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള നെയ്യൊക്കെ ഇട്ട് സവാള വഴറ്റാനുള്ള ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ ചോറ്റിനുള്ളതാണ്. അപ്പം നമ്മൾ ചോറ്റിനുള്ള സവാള ഇട്ട് ഈ സവാള ഇട്ട് നല്ല മൂത്തത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയിടാം. അപ്പം നമുക്ക് ചിക്കൻ കറിക്കുള്ള നെയ്യ് നല്ല മൂക്കത്തുണ്ട്. കണ്ട, ചിക്കൻ കറിക്കുള്ള നെയ്യ് മൂക്കത്തുണ്ട്, ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ചിക്കൻ കറിക്കുള്ള നെയ്യിലോട്ട് 3-4 ഗ്രാമ്പ് പൊട്ടിച്ചത്, 3 പട്ട പൊട്ടിച്ചത്, 3 ഏലക്ക പൊട്ടിച്ചത്, 1 കഷ്ണം വെളുത്തുള്ളി, ഇത്രയും കൂടെ നമ്മൾ ആ ചിക്കൻ കാണിക്കാത്തുള്ളതിനകത്തോട്ട് ഇടുക. ഇത്രയും കൂടെ മൂക്കണം. ഇത്രയും മൂത്തതിന് ശേഷം നമുക്ക് സവാളയും കൊച്ചുള്ളിയൊക്കെ ഇടാം. അത് ഇത്രയും മൂക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അത് മൂത്തതിന് ശേഷം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, അണ്ടിപ്പരിപ്പ് വേറെ വെക്കണം. മുന്തിരിങ്ങ നെച്ചോറിനുള്ള അണ്ടിപ്പരിപ്പൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് നമുക്ക് ചോറിനെടുക്കാം. അപ്പം ഇത് നെച്ചോറിന് ചിക്കൻ കറിക്കുള്ളതാണ്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3 കൂടെ അമ്മ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിക്കൻ കറിക്കകത്തോട്ടുള്ള ചട്ടിയിലോട്ട് ഇടുവാണ്. ചിക്കനകത്തുനിന്ന് ഒന്നും തേച്ച് പിടിപ്പിക്കുന്നില്ല, എല്ലാം നേരിട്ട് നമ്മൾ ചെയ്യുക. പിടിപ്പിച്ചിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്ന എല്ലാം നെയ്ക്കകത്താണ്. ഒന്നിനും നമ്മൾ ഇതിടുന്നില്ല, എണ്ണ ഒഴിക്കുന്നില്ല. എന്നിട്ട് നമുക്ക് ഈ ചോറ്റിനകത്തുള്ള സംഭവത്തിനകത്ത് നമുക്ക് സവാള മൂത്തതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പൊക്കെ പൊട്ടിക്കാം. അപ്പോൾ ആ ചിക്കൻ കറിയിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കാണണ്ട. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നല്ല മൂത്ത് ചെറുതായിട്ടത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. 2 കൂടെ ഒരുമിച്ചിട്ട് വാട്ടാം, സവാളയും കൊച്ചുള്ളി. അപ്പോൾ ആ സവാളയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് മൂക്കട്ടെ. വേണ്ട, ചിക്കൻ കറിക്കകത്തുള്ളതിനകത്ത് നമുക്ക് സവാളയും കൊച്ചുള്ളിയും കൂടെ ഒന്ന് മൂക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചിക്കൻ കറിക്ക് ഇട്ട് കൊടുക്കാം. കാരണം ചോറ്റിന് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, ചിക്കൻ കറിക്ക് കുറച്ച് ഉപ്പിടാം. സവാള അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഉണ്ടോ? ഈ സവാള മൂക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ്റിനുള്ള സവാള എല്ലാം എന്താ ചെറുതായിട്ടൊന്ന് മൂക്കട്ടുണ്ട്. ഇത്രയും മതി. ഇനി അതാകുമ്പോൾ ഇതിനൊരു മൂപ്പാവും. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് അണ്ടിപ്പരിപ്പിടാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് മൂക്കട്ട് അടക്കണം. നമുക്ക് അതിനകത്തോട്ട്
കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് ഇട്ട് കൊടുക്കും. കണ്ടോ? ഇനി നമുക്ക് മൂന്നും കൂടെ അങ്ങോട്ട് കിണ്ടതിന് ശേഷം നമുക്ക് ചോറ് താഴ്ത്താനുള്ള പാൻ വെക്കാം. ഇത് നമ്മുടെ ചിക്കൻ കറിയുടെ സവാളയൊക്കെ വഴറ്റട്ടെ. നമുക്ക് ചോറിനുള്ള ആ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇതിവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പാനിനകത്തുള്ള അപ്പോൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് മൂക്കും. അപ്പോഴത്തേക്ക് നമുക്ക് പാൻ ചൂടാക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അത് ചോറിനുള്ളതാണേ. അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ കറിയുടെ പാൻ ഒന്ന് ചൂടാവട്ടെ, ചരുവം ചൂടാവട്ടെ, ചോറ് വാങ്ങിച്ചാൽ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ കറിയുടെ സംഭവം ഉണ്ടല്ലോ, ഉള്ളിയും ഉള്ളിയും കൊച്ചുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അതൊന്ന് മൂക്കട്ടെ. ഇത് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം. നെയ്യ് മിക്സ് കുറച്ചൊഴിക്കാം. കുറച്ചിട്ടതിന് ശേഷം എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ വെച്ചോറിനകത്ത് നമ്മൾ വലിയ 2 ലീവ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതെടുത്തത് മാറ്റാം. അതിൻ്റെ ആവശ്യമില്ല. വെച്ചോറിനകത്ത് അതിനകത്തോട്ട് വേവിച്ച് വെച്ച ചോറ് തട്ടാം. കണ്ടോ? നമ്മൾ കുറച്ച് ചോറേ വെക്കുന്നു, ഉച്ചത്തേക്ക് മാത്രമേ വെക്കുന്നുള്ളൂ. ചോറ് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ നീളമൊന്നുമില്ല. കേട്ടോ? ചോറിനുള്ള അപ്പോൾ ബാക്കി നമുക്കിതെല്ലാം കൂടെ ഈ നെയ്യും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ സവാള ഇതെല്ലാം കൂടെ നമുക്ക് നല്ല നെയ്യുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോറിട്ട് തരട്ടിയിട്ട് അതുകൂടെ തട്ടാം. കണ്ടോ? ഇനി നമുക്ക് ഇതിനെല്ലാത്തിനും കൂടെ നല്ലോണം കിണ്ടാം. ചോറ് നല്ല കിണ്ടി ഉണ്ടോ? ഒരു തുള്ളി വെള്ളമയമോ ഒന്നുമില്ല. എന്താ സൂപ്പർ നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. അടച്ചൊരു 5 മിനിറ്റ് അതിനകത്തോട്ട് ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ചിക്കൻ കറിയുടെ കാര്യങ്ങൾ നോക്കാം. എന്താ നമ്മുടെ ചിക്കൻ കറിക്കകത്തുള്ള ഉള്ളിയും എല്ലാം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലത്തെ മസാലകൾ ചേർക്കാം. നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, ഗരം മസാലയും പെരിഞ്ചീരകവും പൊടിച്ചത്. പിന്നെ നമ്മൾ ചിക്കനിനുള്ള അരപ്പിനകത്ത് ചേർക്കുന്നത് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിന് 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി. കാശ്മീരി മുളക് പൊടി നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പം 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കളറിന് എരി കുറവായിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ പച്ചമുളകൊക്കെ തോന്നി. പിന്നെ ചിക്കൻ മസാല നമുക്ക് കുറച്ച് ഒരു ടീസ്പൂണേ ഉള്ളൂ ചിക്കൻ മസാല. അപ്പോൾ അതമ്മയാണ് ചേർക്കുവാണേ. 1 സ്പൂണേ ഉള്ളൂ ചേർക്കുക. എന്താ ഇത്രയും ഒന്ന് മൂക്കണം. മൂത്തതിന് ശേഷം നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. മസാലകളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കിഴങ്ങിട്ട് കൊടുക്കാം. കഴുകി വെച്ചേക്കുന്ന കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ. ഈ ചിക്കൻ മൊത്തം ഇടുന്നില്ല, നമ്മൾ കുറച്ചേ ഇടുന്നോളെ, കുറച്ചേ എടുക്കുന്നോളൂ. നമ്മൾ കുറച്ച് ചിക്കൻ, ഒരു പകുതി ചിക്കനെ നമ്മളിപ്പോൾ എടുക്കുന്നോളെ. എന്താ ചിക്കനോട് ഇട്ട്
നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, സാധാ ചിക്കൻ കറി. പക്ഷേ എണ്ണയ്ക്കകത്തല്ല, നെയ്ക്കകത്ത് നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. ചിക്കനൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ ചതച്ച് വെച്ച പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചില്ലേ, ആ പാത്രം കഴുകിയ വെള്ളം കണ്ട അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം പ്രത്യേകിച്ച് ഒഴിക്കണ്ട. അപ്പോൾ ഇതിന് അമ്മ ഇവിടെ ചോറെല്ലാം ചൂടായിട്ടുണ്ട്. ആ ചോറിടാ കണ്ട സെറ്റായിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അമ്മ ഇതെല്ലാം വെന്തതിന് ശേഷം കാണിച്ചു തരാം. ചിക്കൻ വെന്തതിന് ശേഷം കാണിച്ചു തരാം.